പതിനായിരക്കണക്കിന് പാമ്പുകൾ എത്തുന്നത് കൂട്ടത്തോടെയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസം. എന്താണ് ശരിക്കും ഇതിന് പിന്നിൽ? പാമ്പുകൾ മറ്റ് ജീവജാലങ്ങളെ പോലെ കൂട്ടത്തോടെ ജീവിക്കുന്നവയല്ല എന്നാണ് നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യം. എന്നാൽ കാനഡയിലെ ചെറു പട്ടണമായ നാർസിസിൽ എല്ലാ വർഷവും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ഉണ്ടാവുന്നത്. പ്രദേശത്ത് 1000-ഓ 2000-ഓ അല്ല, 75,000 മുതൽ 1.5 ലക്ഷം വരെ പാമ്പുകളാണ് കൂട്ടത്തോടെ വരുന്നത്. ഇത് സംഭവിക്കുന്നത് വസന്തകാലത്താണ്. വടക്കേ അമേരിക്കയിൽ സാധാരണയായി കാണപ്പെടുന്ന റെഡ് സൈഡ്സ് ഗാർട്ടർ പാമ്പുകളാണ് നാർസിസിലേക്ക് ഇങ്ങനെ ആർത്തിരമ്പി വരുന്നത്. കാനഡയിൽ ശൈത്യകാലമാകുമ്പോൾ മണ്ണിനടിയിലുള്ള മാളങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ജീവൻ നിലനിർത്താൻ ചൂട് ആവശ്യമായതിനാൽ നാർസിസിലെ നിലം അവയ്ക്ക് അനുയോജ്യമാണ്. ശൈത്യകാലം വരുമ്പോൾ പാമ്പുകൾ കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും. ചുണ്ണാമ്പു കല്ലുകൾ കൊണ്ടുള്ള മാളങ്ങളാണ് നാർസിസിലുള്ളത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ശൈത്യകാലത്ത് ആവശ്യമായ ചൂട് ഇവിടെ നിന്ന് ലഭിക്കും. കാലാവസ്ഥ ചൂട് പിടിച്ചു കഴിയുമ്പോൾ ആൺപാമ്പുകൾ ഇണചേരാൻ പെൺപാമ്പുകളെ തിരഞ്ഞ് പുറത്തിറങ്ങി തുടങ്ങും. പെൺപാമ്പിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനായി മറ്റ് ആൺപാമ്പുകൾ മത്സരിക്കും. പെൺപാമ്പുകൾ 100 കണക്കിന് ആൺപാമ്പുകളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. നമ്മളിൽ പലരും കരുതിയിരുന്നത് പോലെ പാമ്പുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവയല്ലെന്നും സാമൂഹ്യ ജീവികൾ തന്നെയാണെന്നും ഈ പ്രതിഭാസം തെളിയിക്കുകയാണ്. എന്നാൽ ഈ കുടിയേറ്റത്തിനായി സമീപത്തുള്ള ഹൈവേ മുറിച്ചു കടക്കുമ്പോൾ നിരവധി പാമ്പുകൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഇത് തടയാനായി റോഡിനടിയിൽ അവയ്ക്ക് കടക്കാനായി പ്രത്യേകം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുമുണ്ട്. അതുവഴി പാമ്പുകൾ വണ്ടിയിടിച്ച് കൊല്ലപ്പെടുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് അധികൃതർ പറയുന്നത്. നാർസിസ് സേനയ്ക്ക് ഗാദറിംഗ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചു കഴിഞ്ഞു. നിരവധി പേരാണ് അവിശ്വസനീയമായ ഈ പ്രകൃതി പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തുന്നത്.